അത് അമേരിക്കൻ പട്ടാളത്തിലെ അമേരിക്കൻ ഭരണകൂടത്തിനുള്ള ഒരു താക്കീതായിട്ട് ഹിബ്രു ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇസ്രായേലി ഫ്ലാഗ് വെച്ചിട്ടുള്ള പട്ടാളക്കാരുടെ മരണപ്പെട്ട ബോഡിയുടെ അത് ഇസ്രായേലി എന്താ പറയുക ഭരണകൂടത്തിനുള്ള താക്കീത് പോലെയാണ് ഇറാൻ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന രണ്ട് ഫോട്ടോ, ഒന്ന് 2003 ഒന്ന് 2026 അല്ലേ? ഒന്ന് ഇറാഖിൽ നടന്നത്, ഒന്ന് വെനിസ്വേലയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഇറാഖിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ രണ്ട് ഫോട്ടോസ്, ഈ കാണുന്ന രണ്ട് ഫോട്ടോസിന് ഒരുപാട് കഥ പറയാനുണ്ട് കേട്ടോ. ഒരു ഫോട്ടോ 2003 ഫോട്ടോ, ഒരു ഫോട്ടോ 2026. ഒന്ന് ഇറാഖിൽ നടന്നത്, ഒന്ന് വെനിസ്വേലയിൽ നടന്നത്. ഒന്ന് ഇറാഖ് പ്രസിഡന്റ് ആയിട്ടുള്ള സദ്ദാം ഹുസൈനെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. രണ്ടാമത്തത് വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മഡ്രോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നായിരുന്നു, ആ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കണം. ആ രാജ്യത്തെ പെട്രോളിയം അല്ലെങ്കിൽ അവിടുത്തെ ക്രൂഡ് ഓയിൽ, എന്തൊക്കെ ധാതു സമ്പത്തുകളും അവരുടേതായിട്ടുള്ള എന്തൊക്കെ അവർക്കുണ്ടോ അതെല്ലാം ഞങ്ങളുടെ കൈക്കലാക്കണം. അതിന് ഞങ്ങൾക്ക് അവിടെ ഒരു പാവ സർക്കാർ ഉണ്ടാക്കണം. അതിന് ഞങ്ങൾ എന്ത് കടുങ്കയും ചെയ്യും. ഞങ്ങൾ ലോക പോലീസാവും, ചിലപ്പോൾ ഞങ്ങൾ ലോക കള്ളന്മാരാവും. ബേസിക്കലി ഞങ്ങൾ ലോക കള്ളന്മാരാണ്. ആ കള്ളത്തരം വെളുപ്പിക്കാൻ ഞങ്ങൾക്ക് ലോക പോലീസായി നിന്നേ പറ്റൂ. അതിന് ആരെ എന്തും ചെയ്യും എന്നുള്ള ഒരു രാജ്യം മാത്രമാണ് അമേരിക്ക. അത് ഇന്ത്യനോടായാലും, അതിനിപ്പോൾ ചൈനനോടായാലും, റഷ്യനോടായാലും, ആരോടായാലും അങ്ങനെയായിരുന്നു. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് അമേരിക്ക എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ USSR പോലത്തെ, റഷ്യനെ പോലത്തെ, അല്ലെങ്കിൽ ഇന്ത്യനെ പോലത്തെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിനെ പോലത്തെ ആളുകളൊക്കെ പണ്ടൊരു കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അവൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന പ്രധാനമന്ത്രിമാരാണ് എല്ലായിടത്തും. ഇവൻ നമ്മുടെ പ്രധാനമന്ത്രി കുനിയട എന്ന് പറഞ്ഞാൽ കുനിയും, നിവരട എന്ന് പറഞ്ഞാൽ നിവരും. നീ എണ്ണ വാങ്ങണ്ടടാ എന്ന് പറഞ്ഞാൽ ഇല്ല അമ്പ്ര ഞാൻ വാങ്ങുന്നില്ല, അമ്പ്രാൻ പറഞ്ഞ പോലെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ അകത്ത് കട്ടിന്റെ അടി ഒളിച്ചിരിക്കും. ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല. ട്രംപ് അണ്ണൻ വരുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന ആ വഴിക്ക് 7 അയലത്ത് പോലും നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിനെ മഷി ഇട്ട് നോക്കിയാൽ കാണൂല. പക്ഷെ പേര് വിശ്വ ചക്കക്കുരു ആണ്. അത് നമ്മുടെ സംഖ്യകൾ വിട്ടുകൊടുക്കുന്നില്ല. വിശ്വകുരു ചക്കക്കുരു നമ്മുടെ പ്രധാനമന്ത്രി തന്നെ, അതിലൊന്നും മാറ്റമൊന്നുമില്ല. അത് നമ്മുടെ സംഖ്യകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഗോതി മീഡിയയിലും നമ്മുടെ പ്രധാനമന്ത്രി എന്നും വിശ്വ ചക്കക്കുരു തന്നെ ആവട്ടെ. അതിലൊന്നും മാറ്റം വരുത്തണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ കൊണ്ടുപോയിക്കോളും. അപ്പം തുടക്കം ഞാനൊരു ഫോട്ടോ കാണിച്ചു അല്ലേ, ഇനി രണ്ടാമത്തെ ഒരു ഫോട്ടോയും കൂടെ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടു നോക്കും. ഒന്ന് 2001 അഫ്ഗാനിസ്ഥാനിലെ US സേന നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത് ഇറാഖിൽ 2003 US സേന എന്ത് ചെയ്തു എന്നുള്ളത്. വെനിസ്വേലയിൽ US സേന ഇപ്പം 2026 എന്ത് ചെയ്തു എന്നുള്ളത്. അതാണ് നമ്മളിപ്പം ഇത് കാണുന്നത്. ഇങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൽ എടുത്തു പറയാൻ പെട്ടെന്ന് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്തു തന്നുള്ളൂ. ഈ രാജ്യങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. അഫ്ഗാനിസ്ഥാനിൽ എന്ത് നടന്നു? ബിൻ ലാദനെ പിടിക്കണം എന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ ആക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിലും അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാൻ ത്രൂ, അതല്ലെങ്കിൽ അവിടുത്തെ അമേരിക്ക തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭീകര സംഘടന ത്രൂ ആണ് അങ്ങോട്ട് കയറിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഒന്നുമല്ലാത്ത തരിപ്പണമായി പോയിട്ടുള്ള ഒരു രാജ്യം. രണ്ടാമത്തത് ഇറാഖ്. ഒരു കാലത്ത് ലോകത്തിൽ ഏറ്റവും സമ്പന്നമായിട്ട് ഭരിച്ച ഏറ്റവും ഹയസ്റ്റ് ലെവലിലോട്ട് മുമ്പോട്ട് പോയിരുന്ന ഒരു ജനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, അവിടുത്തെ സാമൂഹിക സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെട്ടിരുന്ന ഒരു സ്ഥലത്തോട്ട് എണ്ണയ്ക്ക് വേണ്ടി അമേരിക്ക കാണിച്ചിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു 2003 നടന്നിരുന്നത്. അവിടെ അവരുടെ ബേസ് കൊണ്ടുവന്നു, അവരുടെ ഭരണം കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ട് അടി എന്താ പറയുക, അടിവേരിളകിയിരിക്കുന്ന ഒരു അവസ്ഥ. വെനിസ്വേലയുടെ അവസ്ഥ അത് തന്നെ ആവാൻ പോകുന്നത്. അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്നു. ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാണിക്കാൻ പോകുന്നത്, ഇനി ആ രാജ്യം ഏത് രീതിയിലോട്ടാണ് ഒന്നും അല്ലാതെ നിഷ്പ്രഭമായി പോകുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ കോമൺ ഫാക്ടറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം വെനിസ്വേല എടുത്തു കഴിഞ്ഞാലും ഇറാഖ് എടുത്തു കഴിഞ്ഞാലൊക്കെ അവിടുത്തെ മെയിൻ പോയിന്റ് അവിടുത്തെ എണ്ണ അവർക്ക് അതിനെ ആ ഒരു രാജ്യത്തിനെ കോളനിയാക്കി മാറ്റി അവിടെ കംപ്ലീറ്റ് ഊറ്റിയെടുക്കുന്ന പണ്ടത്തെ കോളനി വൽക്കരണം ചെയ്യുന്ന ബ്രിട്ടീഷ് എന്താ പറയുക സാമ്രാജ്യത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ലെവലിലോട്ട് അമേരിക്ക മാറുന്നു. പണ്ട് ലോകം എങ്ങനെയായിരുന്നു? പണ്ട് ബ്രിട്ടൻ കോളനികളും ഫ്രഞ്ച് കോളനികളും ഒക്കെ ആയിട്ട് ഈ ലോകത്തിനെ അടക്കി പാർന്ന കുറെ ആളുകളാണ് അവർ. അവസാനം അവിടെ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടി രാജ്യങ്ങൾ വിഭജിച്ച് സ്വന്തമായിട്ട് ഭരിച്ചു തുടങ്ങി. ഇപ്പൊ ഇനി അമേരിക്ക ആയിരിക്കും ആ ഒരു അധിനിവേശം കാണിക്കാൻ പോകുന്നത്. വീണ്ടും ഇതുപോലത്തെ അവർക്ക് വേണ്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുവരേണ്ട രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് അത് സ്വന്തം കോളനിയാക്കി മാറ്റുക. അവിടെ മാക്സിമം പണ്ട് ഊറ്റിയെടുക്കാൻ സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സയൻസും കാര്യങ്ങളൊക്കെ മിഷണറീസും ഒക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയതുകൊണ്ട് ഊറ്റിയെടുക്കാൻ 5-10 കൊല്ലം അല്ലെങ്കിൽ 10-20 കൊല്ലം കൊണ്ട് മാക്സിമം നമുക്ക് ഊറ്റാം. അതാണ് ഇറാഖിൽ സംഭവിച്ചതൊക്കെ. അത് തന്നെയാണ് ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഇനിയുള്ള സകല അറബിക് കൺട്രീസിനും. അതായത് എണ്ണയുള്ള അറബിക് കൺട്രീസിന്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ലോകം?
ലോകക്രമങ്ങൾ, അതേ അവസ്ഥയിലോട്ട് നമ്മുടെ ലോകം മാറ്റി. അല്ലെങ്കിൽ കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ കയ്യൂക്കുള്ള മാക്സിമം പിഴിഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ലോകത്തിനെ മാറ്റും. ഇപ്പം അമേരിക്ക കാണിക്കുന്നത് ഒന്ന്, ഇതേ സമയത്തിന് റഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ഉക്രൈനിൽ റഷ്യ കാണിക്കുന്ന കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ്. അതിനെ ന്യായീകരിക്കാൻ ആർക്കും പറ്റില്ല. ചൈനനെ നിങ്ങൾ എടുത്തോ, ചൈന തായ്വാനിലും ഹോങ്കോങ്ങിലും ഒക്കെ കാണിക്കുന്ന കാര്യം എന്താണ്? ഇത് തന്നെയാണ് ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 ലോക ശക്തികൾ എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്നവന്മാർ, സൈനിക ശക്തികളായിട്ട് നിൽക്കുന്നവന്മാർ കാണിച്ചു കൂട്ടുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെ താഴത്ത് മുട്ടിയും തട്ടിയും നമ്മളും ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പേടിച്ചും പേടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമ്മുടെ ലോകക്രമത്തിനെ തന്നെ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പം പല യു എസ് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ പത്രങ്ങൾ കുറെ എഴുതി വിടുന്നുണ്ട്. അതായത് അയത്തുള്ള ഖമേനി മോസ്കോയിലോട്ട് രക്ഷപ്പെടാൻ പോവാണ്, കുറെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് മാറ്റുന്നുണ്ട്, ഇവരുടെ ജീവനിൽ പേടിച്ച് ഓടി രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇവിടെ ഇസ്രായേലുമായിട്ടുള്ള വലിയ യുദ്ധം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും വന്നു. ഇന്നലെ US പ്രസിഡന്റ് ട്രംപ് വന്ന് നിങ്ങൾ കലാപം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ നിന്റെ ട്രൗസർ ഇട്ടോ എന്ന് പച്ചക്ക് വന്ന് പറഞ്ഞു. അല്ല ഒളിച്ചിരുന്നിട്ടല്ല, പച്ചക്ക് വന്നിട്ട് അനൗൺസ് ചെയ്തു പോയ ആൾ കമേലി. അപ്പം ഇത്തരത്തിലുള്ള ഒരാൾ പെട്ടെന്ന് ഇന്നൊരു ദിവസം അങ്ങ് മോസ്കോയിലോട്ട് മുങ്ങും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള യുദ്ധങ്ങളും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങളും ആ സമയത്ത് ഇവരുടെ പലരെയും കൊന്നു തീർത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ആ രാജ്യം വിട്ട് ഇയാൾ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഷിയ ഭരണത്തിലിരിക്കുന്ന ഈ ആളുകൾ ആരും പുറത്തോട്ട് പോയിട്ടില്ല. കമേനിക്കാരും അല്ലെങ്കിൽ പറഞ്ഞ ആരും പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ഇനി മരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കിടന്ന് മരിക്കും എന്നുള്ള ഒരു ചിന്തയുള്ള ആളുകൾ മാത്രമാണ് ഈ ഇറാനികൾ, ഇറാഖികളും അങ്ങനെ തന്നെ, ഇറാനികളും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവരെ വെറുതെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ മറ്റ് ആളുകളുടെ ഇടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്, അതില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അത് ഇത്രയും വലിയ കാര്യമാക്കി ആ രാജ്യത്തിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കക്കും ഇസ്രായേലിനും ഈസി ആയിട്ട് കയറി അടിക്കാം എന്നുള്ള തോന്നൽ. അതല്ലാതെ അവർ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മൂട്ടിൽ ബോംബ് പൊട്ടും എന്നുള്ള നല്ല ഉറപ്പ് ഇസ്രായേലിനും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുന്ന ഒന്ന് ഇസ്രായേലി ടൈംസിൽ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിലും പിന്നെ വാഷിംഗ്ടൺ ഡെയിലിയിലും ഇങ്ങനത്തെ കുറേ പത്രങ്ങളിൽ പിന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. ഇത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആയിരക്കണക്കിൽ ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആ പ്രൊഫൈലുകളുടെ ഒക്കെ ബേസ് പാഴ്സി ഭാഷ വെച്ചിട്ട് ഇറാൻ ബേസ് കാണിച്ചുകൊണ്ട് അവരിടുന്ന പോസ്റ്റുകളാണ് പിന്നൊക്കെ ഒരു സൈഡിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതൊരു തേർഡ് റേറ്റ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംഭവം, ഒരു ആഭ്യന്തര കലാപം മാക്സിമം അവിടെ ഉണ്ടാക്കി ഊതി വീർപ്പിച്ച് അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളും കൂടെ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ അങ്ങ് തകർക്കാം എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവന്മാർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യുദ്ധ തന്ത്രത്തിനെ കുറിച്ച് ഞാൻ കാണിച്ചത്. ഇത് അതായത് ഇറാൻ അമേരിക്ക ഇസ്രായേൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലസ്തീൻ സ്ക്വയറിൽ ഇത്തരം ബാനറുകൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ ബാനറുകളിലുള്ള അതായത് ടെഹ്റാന്റെ പ്രധാന കേന്ദ്രമാണ് ഈ പലസ്തീൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഒരു താക്കീത് പോലെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഇറാൻ ഭരണകൂടം തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വെക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്ററുകളുടെ ദൃശ്യങ്ങൾ അമേരിക്ക ഇസ്രായേൽ എന്നിവരുടെ സൈനികരുടെ ബോഡി അവരുടെ ഫ്ലാഗിൽ കെട്ടിയിട്ട് ആ ഒരു ഫോട്ടോ, അതിൻ്റെ ഒരു ക്രിയേറ്റഡ് ഫോട്ടോ ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ബാനറുകളുടെ താഴത്തൊക്കെ ഭാഷാപരമായിട്ടുള്ള സന്ദേശം അതായത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിലും ഹിബ്രു ഭാഷയിലുമാണ്. അത് ഇംഗ്ലീഷിൽ വെക്കുന്നത് അമേരിക്കൻ പട്ടാളക്കാരുടെ ഇതിൻ്റെ താഴത്താണ് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ സൈനികരെ നോക്കൂ, ഇതാണ് അവസ്ഥ എന്ന് കാണിച്ചത്. ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ സൈനികരുടെ അവസ്ഥ എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അമേരിക്കൻ പട്ടാളത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ള ഒരു താക്കീതായിട്ട്. ഹിബ്രു ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇസ്രായേലി ഫ്ലാഗ് വെച്ചിട്ടുള്ള പട്ടാളക്കാരുടെ മരണപ്പെട്ട ബോഡിയുടെ. അത് ഇസ്രായേലി ഭരണകൂടത്തിനുള്ള താക്കീത് പോലെയാണ് ഇറാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നുള്ളത്. മുൻകാലത്തും ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് 2025 ഡിസംബർ 16 ഇസ്രായേൽ നഗരമായിട്ടുള്ള ഹരാരയെ ലക്ഷ്യം വെച്ചുള്ള ഭീഷണി ബാനറുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഡിസംബർ 31 ഹമാസ് വക്താവ് അബു ഉബൈദയുടെ ചിത്രം സഹിതമുള്ള ബാനറുകളും ഈ സ്ഥലത്ത് പ്രദർശിപ്പിക്കാറുണ്ട്. അതായത് അവരുടെ മെയിൻ താക്കീതുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലസ്തീൻ സ്ക്വയറിൽ ഇറാനിലെ ടെഹ്റാനിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പൊതുവെ പൊന്താറ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് അതായത് ഇറാൻ പ്രതിഷേധക്കാർക്ക് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ സപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടുള്ളത്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പകരം ചോദിക്കും എന്നും പറഞ്ഞിട്ട് ആളുകളെ മാക്സിമം
ഇതിലോട്ട് ചാടിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർക്കുള്ള സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ ചാടിക്കോ എന്ന് പറഞ്ഞ് പിന്നിന്ന് തള്ളുക. അത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി ആദ്യമായിട്ട് പ്രതിഷേധക്കാർക്ക് പരസ്യമായിട്ടായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ അവന്മാരെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കയറി അടിക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ. അപ്പം ഇതിനുള്ള മറുപടി ഇറാന്റെ സൈഡിൽ നിന്ന് അലി ലാർജിനി കൊടുത്തിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയാണ് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താല്പര്യങ്ങളുടെ നാശത്തിന് കാരണമാകും എന്നാണ് ഖമേനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ട് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ നാശത്തിനുള്ള കാരണമാകും എന്നാണ് ഖമേനിയുടെ ഉപദേശകൻ തിരിച്ചടിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടെ ഈ പറഞ്ഞ ഇവന്മാരുടെ വാക്ക് കേട്ടിട്ട് അവിടെ എന്താ പറയുക, ഈ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാർക്കുമുള്ള ശക്തമായിട്ടുള്ള മറുപടി ഖമേനി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അതായത് ശക്തമായ അടിച്ചമർത്തൽ ഉണ്ടാവും. അതായത് പ്രതിഷേധക്കാരെ കലാപകാരികളെയും രണ്ടുപേരെയും വേർതിരിച്ച് കാണും. അതായത് ഇവരുടെ കാശ് വാങ്ങി അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ടോടെ മൊസാദ് ഏജൻസീസും CIA ഏജൻസീസും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ കലാപം ഉണ്ടാക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും ചെയ്യും, അവരെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതല്ല, യഥാർത്ഥ പ്രതിഷേധക്കാരെ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ടുള്ള ചർച്ചക്കും തയ്യാറാണ് എന്നുള്ള രീതിയിലായിരുന്നു ഖമേനിയുടെ അവസാനത്തെ എന്താ പറയുക പ്രസ്താവന വന്നിട്ടുള്ളത്. ഇപ്പം ഇതേ സമയത്തെ മറ്റൊരു ചാൻസും കൂടെ ഉണ്ട്. ഇപ്പം ഇത്തരത്തിൽ മൊസാദ് ഏജൻസീസും അല്ലെങ്കിൽ ഇസ്രായേലും CIAയും അമേരിക്കയും അവിടെ കിടന്നിട്ട് അവിടെ ഇന്റേണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇറാനും ചിലപ്പം തിരിച്ചടിക്കാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി എന്താ പറയുക ഒരു സെക്യൂരിറ്റി വലയം തന്നെ ഇസ്രായേൽ തീർത്തു വെച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇറാൻ ചിലപ്പോൾ നേരിട്ട് ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചില റോയിറ്റേഴ്സ് പോലത്തെ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അൽ ജസീറ പോലത്തെ വന്നിട്ടുണ്ട്. അപ്പം ഇസ്രായേലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുങ്ങി പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്ന അയൺ ഡോം ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് അയൺ ഡോം വരെ പൊടിച്ച് കളയുന്ന ബാലിസ്റ്റിക് മിസൈൽസ് ഉള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരിച്ചിരി പേടിച്ചിട്ട് തന്നെ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് അമേരിക്കൻ്റെ ബേസുകളെല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അമേരിക്കക്കും ഇസ്രായേലും കൂടെ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാര്യം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓടിപ്പോകുന്ന ചുമ്മാ ഒരു ഇത് പേടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ഒരാളാണ് ആയത്തുള്ള എന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രസ്താവനകളും കാര്യങ്ങളും നമ്മൾ ഇതുവരെ കണ്ടത് മറ്റു രാജ്യങ്ങളെ പേടിപ്പിക്കും, ഈവൻ ഇന്ത്യനെ വരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് കേട്ട് നടന്നോളം എന്ന് പറഞ്ഞ പോലെയല്ല. അവിടെ പേടിപ്പിച്ച സമയത്തൊക്കെ അവിടെ ആക്രമണങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം ചെറുത്തു നിന്നിട്ടുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. ഈവൻ അമേരിക്കയുടെ ബേസിൽ ഖത്തറിൽ വരെ ബോംബിട്ട് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം വരെ കാണിച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. അതുകൊണ്ട് ഈ ഒരു യുദ്ധം എന്താവും, ഏത് രീതിയിലോട്ട് മാറും, ഏത് രീതിയിലാണ് ഇറാൻ ഈ രണ്ട് വലിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വലിയ സൈനിക ശക്തികൾ ഏത് രീതിയിലാണ് ചെറുത്ത് നിൽക്കാൻ പോകുന്നതൊക്കെ കാണേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ കാണിക്കുന്ന ഈ അമ്മായി പരിപാടികൾ, അതായത് അവിടെ പോയിട്ട് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ഇവന്മാർ കാണിക്കുന്ന എല്ലാ തേർഡ് റേറ്റ് ചെറ്റ പരിപാടികളും ഇതിൻ്റെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. ഏതായാലും തുടക്കത്തിൽ ഞാൻ കാണിച്ച 2 ചിത്രങ്ങൾ പോലെ തന്നെ പറഞ്ഞ അറബിക് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റും കൂടെ പെട്രോൾ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളെ നിങ്ങളെ എത്രയും പെട്ടെന്ന് കോളനിവൽക്കരിക്കും അമേരിക്ക എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഏത് രീതിയിൽ നിങ്ങൾ ചെറുത്ത് നിർത്തും, ഏത് രീതിയിൽ നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും വെയിറ്റ് ആൻഡ് സീ.